ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മാവ് കൂട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ വെള്ളയപ്പവും ദോശയും ഒരുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മാവ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോസ് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ മാവ് കൊണ്ടാണ് വെള്ളയപ്പവും ദോശയും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയും ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഒരു നാഴി പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നാഴിയിലാണ് അളക്കുന്നത് കേട്ടോ അരിയൊക്കെ. അപ്പോൾ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാഴി എന്ന് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഗ്ലാസ് അളവിലെടുത്താലും മതി. അതിലേക്ക് ഞാൻ 2 സ്പൂണ് തുവരപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിനെ ഒരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പച്ചരിയും തോരപ്പരിപ്പൊക്കെ നല്ല രീതിക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചരിയും തോരപ്പരിപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ കഴുകണം. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും തോരൻ പരിപ്പും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഉഴുന്നും ഉലുവയും പച്ചരിയും വെച്ചിട്ടാണ് ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലേ തയ്യാറാക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോണത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു മാവ് കൂട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനാവശ്യമായിട്ടാണ് ഞാൻ തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നാഴി അരിയിൽ 2 സ്പൂണ് തോരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തോരപ്പരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ തിരുമിയതും 1 കപ്പ് അളവിൽ ചോറ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ അരി കഴുകുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടും ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടും ദോശയ്ക്ക് വേണ്ടിയിട്ടുമുള്ള മാവ് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചരിയും പരിപ്പൊക്കെ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഒരു 8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആക്കിയിട്ടെടുത്താലും നല്ലതായിരിക്കും. മാവ് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് കൂട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുഴിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ മാവ് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് എങ്ങനെ ആയാലും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ട് ഇളക്കുമ്പോഴും മാവ് അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കൈകൊണ്ട് ഇളക്കുന്നത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിക്ക് തന്നെ മാക്സിമം മാവ് നമുക്ക് തണുപ്പിച്ചെടുക്കണം കേട്ടോ. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലാവുമ്പോൾ നല്ല ചൂടായിട്ടാണ് നമ്മുടെ മാവ് അരഞ്ഞ് കിട്ടുന്നത്. ഇതേപോലെ കൈകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമുക്ക് എത്രത്തോളം ഇളക്കി വെക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം കൈകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്തു കേട്ടോ. അത് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിലേക്ക് ഈ ഒരു മാവ് കൂട്ടിനെ ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മാവ് കൂട്ടി ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ മാവ് അടിപൊളിയായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല രീതിക്ക് നമുക്ക് പതഞ്ഞ് പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ, ആ മാവ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം നേരം നല്ല രീതിക്ക് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു 1.5 മണിക്കൂറെങ്കിലും ഈ ഒരു പച്ചരിയും നമ്മുടെ കടലപ്പരിപ്പും ഒക്കെ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് പതഞ്ഞ് പൊങ്ങിയിട്ട് വരും കേട്ടോ.
ഇപ്പോൾ പതഞ്ഞ് പൊങ്ങിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി പതഞ്ഞ് പൊങ്ങി ചെറിയ പുളിപ്പൊക്കെ ആയിട്ട് വരണമെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു മാത്രം, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല, എങ്കിലും നമ്മുടെ ആ മാവൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങി അതൊക്കെ ഒന്ന് താണു പോയിട്ട് മാവ് പരുവം കിട്ടാതെ വരും കേട്ടോ. അപ്പം മാവ് കൂട്ട് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ഞാൻ അതിലേക്ക് കോരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധിക നേരം നമ്മൾ ഇഡ്ഡലി വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല, എങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല ഹാർഡായി പോവുകയും ചെയ്യും. ഇഡ്ഡലിക്ക് നമുക്ക് ആ ഒരു പെർഫെക്റ്റായിട്ട് ഇഡ്ഡലി കിട്ടത്തുമില്ല കേട്ടോ. അതുകൊണ്ട് 5 മിനിറ്റ് ഒരു 8 മിനിറ്റോളമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി റെഡിയാക്കി ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും, കണ്ടോ എത്രയോളം സ്പോഞ്ചി ആകാൻ പറ്റുന്നു അത്രത്തോളം സ്പോഞ്ചിയാണ് നമ്മുടെ ഇഡ്ഡലി. ഇനി ഈ ഒരു മാവ് കൂട്ട് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ വെള്ളയപ്പം കൂടി തയ്യാറാക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ള അതേ മാവ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളയപ്പം നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പവും ഒന്ന് റെഡിയായി കിട്ടും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി ഞാൻ ഒരു ദോശ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഒരു തവയിലേക്ക് ദോശയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണയും കൂടി ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ദോശ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കാറുള്ളത്. ചില വീഡിയോസിലൊക്കെ ഞാൻ ദോശ ഒരു ഭാഗം മാത്രം മുരിച്ചെടുക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ദോശ ഇങ്ങനെയാണ് ചുടുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ലേ പറയുന്നത്, ഇത് 3 പക്ഷിയാട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാം നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റോട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് മാവ് കൊണ്ട് ചെയ്യുന്ന കാട്ടിലും അടിപൊളിയായിട്ട് നമുക്ക് 2 സ്പൂണ് തോരപ്പരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിയും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവുകൂട്ടിൽ ഞാൻ ഉഴുന്നോ ഉലുവയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചിരട്ടയിലും ഇതേപോലെ തന്നെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിരട്ടയ്ക്കകത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എണ്ണ പുരട്ടിയിട്ട് ഞാൻ ഇഡ്ഡലി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിരട്ട നിറച്ച് മാവ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത്
പൊങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പകുതി മാത്രം ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് അതെങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇളക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിരട്ട ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.